ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മൂന്നാർ യാത്രയുടെ അവസാനത്തെ ദിവസമായ ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഈ 2 ദിവസം നമ്മുടെ മൂന്നാറിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കുറേയധികം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെല്ലാം നമ്മൾ തിരിച്ചു പോവുകയല്ലേ. നമ്മുടെ സിറ്റി വന്ന സ്ഥലം അടിമാലി സിറ്റി, അടിമാലിലെ മൂന്നാർ സിറ്റി. വലത്തോട്ട് തിരിയുക. സന്തോഷിച്ചിരുന്ന വീണ്ടും പോകുമ്പോൾ പോകാനായിരിക്കും വർഷാപ്പല്ല. നോക്കിയോണേ, ഓഫാക്കി വലത്തോട്ട് തിരിയാനല്ലേ പറഞ്ഞേ. ഇതിലേക്കൂടെ വലത്തോട്ടായിരിക്കും. അടിമാലി പോണേ കേട്ടോ, അടിമാലി അല്ലേ? ഓഫാക്കി നമ്മൾ കുറച്ച് 2-3 സെറ്റർ മേടിക്കണം. അപ്പം അത് മേടിക്കുന്നതിനായിട്ട് വന്നതാണ്. ചീപ്പ് വിലയ്ക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കടകളാണ് ഇതെല്ലാം. ഇന്ന് മേടിക്കാനായിട്ട് പോവുക. നോക്കി ക്രോസ് ചെയ്യും. സെറ്റർ എത്ര രൂപ? 380 ഇവിടെ കുറേയധികം കടകളുണ്ട്. അതായത് സെറ്ററുകളും അതുപോലെ തന്നെ തൊപ്പികളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അല്ല ഇതേപോലത്തെ ഇതേപോലത്തെ ഇങ്ങനത്തെ അതെന്തോ ഒരു ജാക്കറ്റ് വേണ്ടി ഇതേപോലത്തെ ബ്ലാക്ക് അല്ല, വേറെ കളർ വേണ്ടി ബ്ലാക്ക് അല്ല. ജാക്കറ്റ് ആണോ സെറ്റർ ആണോ നല്ലത്? രണ്ടും ഇടാമോ തണുപ്പത്ത്? ജാക്കറ്റ് തണുപ്പത്തും ഇതാണോ? അതിന് തണുപ്പ് കയറത്തില്ല ഈ സാധനത്തില്. അതെത്ര രൂപ? 380. ഇതെത്ര? ഇതാണ് ഏറ്റവും നല്ലത്, പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഇവന്റെ സൈസ്. കൈയിട്ടാ. കൊച്ചു വളരുമ്പോൾ ചെറുതല്ലേ, ഇത് 4 കൊല്ലത്ത് കൂടുതലുണ്ട്. ഇതിന്റെ തൊട്ട് ചെറുതെടുത്തേ. അവന് ഇച്ചിരി കൂടെ ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അടുത്ത വർഷം ആകുമ്പോൾ നല്ല നീളാ കൂടി. കൊച്ചു വളരില്ലേ? അതോട് തടയിടരുത്. ഓരോരുത്തരെ എടുത്ത് ഇവിടെ ഒരുപാട് പേര് ഒന്നും എടുക്കുന്നില്ലേ.
350. കുഴപ്പമില്ലല്ലേ? വെയിറ്റ് പണ്ണ ആ ആ ആ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ സെറ്ററൊക്കെ വാങ്ങിച്ചു. സെറ്റർ കാണിച്ചു കൊടു, തല വയ്ക്കുന്ന കാണിച്ചു കൊടു. ആവശ്യ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ്. ഇനി ഏകദേശം 23 കിലോമീറ്റർ നമ്മൾ കാറിൽ പോകണം. അടിമാലി എത്തണമെങ്കിൽ. ഒരു ദോശ മതി. ദോശ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. അവന് അത് തിരിച്ചു പോയി. ഇനി തിരിച്ചു പോയി. അതൊക്കെ നശിപ്പിക്കാതെ അതങ്ങ് ചെവി പോയി. അപ്പൊ ഒരു പ്രശ്നമില്ലല്ലേ? അപ്പോൾ ഇനി നമുക്ക് 23 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കേണ്ടതാണ്, യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോവാം എന്നുള്ളതാണ് തീരുമാനം. അങ്ങനെ ഇന്നലെ നമ്മൾ കഴിച്ച ആ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത് ഫുഡ് വരുത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുന്നതായിരിക്കും. 6 കിലോമീറ്റർക്ക് അപ്പുറത്ത് ഒരു വലിയൊരു ഫാക്ടറി, സ്ട്രോബെറി, ഇത് മറ്റു പേപ്പർ ഐറ്റംസ് ഉണ്ടാക്കുന്നത്, ഡൈനിങ് ഉള്ളത്, ഇതെല്ലാം ഇവിടുത്തെ ഹോട്ടലിൻ്റെ തന്നെ അവരുടെ നല്ല ടാറ്റ ട്രസ്റ്റ്, ടാറ്റ ട്രസ്റ്റ്, ടാറ്റ കമ്പനി, ടാറ്റ എംപ്ലോയീസ്. ആ അത് സ്ട്രോബെറിയുടെ അല്ലേ? ജാം. ഇത് വന്ന് പേപ്പറില്ലേ, പേപ്പറിലെ എല്ലാ ഐറ്റംസും ഇതെന്തോ ഈ ഷോൾ സ്വെറ്റർ അങ്ങനെയല്ലോ? ഇത് வந்து പുറത്തിരുന്ന് മെറ്റീരിയൽ തനി കടൽ ഉണ്ടാക്കുന്നത് പ്രിന്റിങ്. ഓ കാണാം. കുറേ പേര് 250 പേര് പോകും. ഓ நிறைய 7 യൂണിറ്റ് അല്ല ഇവിടെ തന്നെ ഉള്ളവരാണോ? അല്ല, ഇവിടെ അതൊക്കെ എല്ലാം ഓണം കാണാം. എനിക്ക് മസാല ദോശ, എനിക്ക് മസാല ദോശ. അവനെന്തുവാ? എനിക്ക് പ്ലെയിൻ, എനിക്ക് ഗീ റോസ്റ്റ്. അതായത് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിനകത്ത് കുറേയധികം ഫോട്ടോകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരണം നീതു ഇപ്പം പറയും. എന്താ പറയുക? അത് വെച്ചാൽ ഇവരെന്ന് വെച്ചാൽ ഈ ടാറ്റയുടെ എംപ്ലോയീസ്, ടാറ്റ കമ്പനിയുടെ എംപ്ലോയീസ് ആണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി ഫാക്ടറികളും ചെറിയ ചെറിയ വ്യവസായങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ സ്ട്രോബെറി വെച്ചിട്ട് ജാമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ വർക്ക്സ് ഉണ്ട്. ചെറിയ ചെറിയ പേപ്പർ വെച്ചുണ്ടാക്കുന്ന ഓരോ സാധനങ്ങളുടെ യൂണിറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പിളി പോലുള്ളതൊക്കെ ഉള്ളുണ്ട്. നമ്മുടെ ഈ കമ്പിളി, നമ്മുടെ ഷോള്, കമ്പിളി ഉടുപ്പ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ കൂടുതലും ഈ എന്തെങ്കിലും അംഗവൈകല്യമൊക്കെ ഉള്ളവരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ നമ്മൾ ആ കമ്പിളി, ഇത് അവരുടെ തന്നെയാണ്. ഇവരെല്ലാം ടാറ്റയുടെ എംപ്ലോയീസ് ആണ് ഇവരെല്ലാം. അതാണ് ആ ചേച്ചി പറഞ്ഞത്, ടാറ്റയുടെ എംപ്ലോയി ആണെന്നാണ് പറഞ്ഞത്. ഇവരുടെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. അതാണ് ഈ ജാമൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. അവരുടെ തന്നെ ഉൽപ്പന്നങ്ങൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഓ ചീര എത്രയമ്മ? 60. എത്ര കൊടുത്താ? 100 ബാലൻസ്. എടുക്കട്ടാ, പാട്ടിക്ക് അറിയത്തില്ല. ഓ അമ്മ ഇത് പോരല്ലോ. എടുക്ക്. നിക്ക് 60 അല്ലേ? 40 ബാലൻസ്. മിനിറ്റ് 10 ഉണ്ടോ നോക്കട്ടെ. എന്നിട്ട് 50 എടുക്കാം അല്ലേ? എന്നിട്ട് 50 ഇങ്ങനെ എടുക്കാം. 10 രൂപ എടുക്കാം.
നമ്മൾ ഫ്രഷ് ക്യാരറ്റ് ഇവിടെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ കൊണ്ട് വയ്ക്കും. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. ഒരു കെട്ടിന് 30 രൂപ. അങ്ങനെ 2 കെട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നോക്കട്ടെ, എടുത്ത് നോക്കട്ടെ. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണിത്. ഇങ്ങനെ വിശാലമായിട്ടുള്ള തേയിലത്തോട്ടം. ഓക്കെ, താഴെ കൂടെ വണ്ടികളിങ്ങനെ വരുന്നുണ്ട്. ഇനി കുറേ ഒരു 10-18 കിലോമീറ്ററോളം നമ്മൾ വീണ്ടും പോകണം കേട്ടോ. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. നല്ല രസമുള്ള, നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് കടകളും തട്ടുതട്ടായിട്ട് കിടക്കുന്ന സ്ഥലവും തേയിലത്തോട്ടവും അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മളിപ്പം പോകൊണ്ടിരിക്കുന്നത്. തിരിച്ച് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളാണിത്. അതായത് നമ്മൾ പോണ വഴിക്ക് ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 രൂപയാണ്. അപ്പോൾ അത് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ ഇടയ്ക്കോട്ട് വന്നു. പുള്ളി അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഫോട്ടോ എടുത്ത് റെഡിയാക്കി തരും. ഇതാണോ കൂടുതൽ വേണ്ടത്? അല്ല വരുവാ. ഓ എല്ലാവരും തിന്നുന്നുണ്ട്. ഇനിയുണ്ടോ ബിസ്ക്കറ്റ്? നീ എല്ലാ ബിസ്ക്കറ്റും എല്ലാം അവിടെ ഇരിപ്പുണ്ടോ കേശു? എന്തെങ്കിലും തിന്നുന്ന അവിടെ ഉണ്ടോ? വേറെ അപ്പന്മാരൊക്കെ പാവ ക്രീം ബിസ്ക്കറ്റ് എന്തിനും ഇതിന് 2 എണ്ണം കിട്ടി. ഇതാള് പറക്കേ. അതാ പറഞ്ഞത്, അത് എന്ത് സാധനം അള്ളിപ്പറിക്കും. മാറ്റി മതി. കാറിന്റെ പുറത്തുണ്ടാകുന്ന ദൈവത്തിനറിയാം.
വീട്ടിലെത്തി. ഒരു 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. അപ്പം വണ്ടി പോയിട്ട് വന്നതേ ഉള്ളൂ. വീട്ടിലെത്തി. വണ്ടി ചൂടായിരിക്കുന്നു. നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിന്നോ? ഒരു 6:30 ആയപ്പോഴത്തേക്കും ട്രാഫിക് ആയിരുന്നു. അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മുടെ 3 ദിവസത്തെ മൂന്നാർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.